നമസ്കാരം. കഴിഞ്ഞ ദിവസം ഹൈദരാബാദിൽ നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പുതിയ ചില ആശയങ്ങളൊക്കെ പങ്കുവച്ചിരുന്നു. രാജ്യത്തിന്റെ വിദേശ നാണ്യ ശേഖരം സംരക്ഷിക്കാൻ ഒരു വർഷത്തേക്ക് സ്വർണം വാങ്ങുന്നത് ഒഴിവാക്കണമെന്നും അനാവശ്യ വിദേശ യാത്രകളും വിദേശത്തെ വിവാഹങ്ങളും കുറയ്ക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു. എന്നാൽ ഈ വാർത്തയ്ക്ക് താഴെ കണ്ട 90% മലയാളികളുടെയും കമന്റുകൾ കണ്ടാൽ അത്ഭുതപ്പെട്ടു പോകും. ഭരിക്കാൻ അറിയാത്തത് കൊണ്ട് പറയുന്നതാണ്, പാത്രം കൊട്ടണോ എന്നിങ്ങനെ തുടങ്ങുന്നു പരിഹാസങ്ങൾ. സത്യം പറയട്ടെ, ഒരു തരിമ്പ് പോലും ബുദ്ധിയോ വകതിരിവോ ഇല്ലാത്ത രീതിയിലാണ് ചില മലയാളി സുഹൃത്തുക്കളുടെ പ്രതികരണം. ഇന്ത്യയുടെ ചരിത്രം അറിയാത്തവരാണ് ഈ തരത്തിൽ പരിഹാസം ചൊരിയുന്നത്. മോദിജി ആദ്യമായൊന്നുമല്ല ഇത്തരമൊരു അഭ്യർത്ഥന നടത്തുന്നത്. ഇന്ത്യ സ്വതന്ത്രമായ ശേഷം പല പ്രധാനമന്ത്രിമാരും രാജ്യത്തിന്റെ പ്രതിസന്ധി ഘട്ടങ്ങളിൽ ഇത്തരം ആഹ്വാനങ്ങളൊക്കെ നടത്തിയിട്ടുമുണ്ട്. 65-ൽ ലാൽ ബഹദൂർ ശാസ്ത്രി യുദ്ധച്ചെലവിനായി സ്വർണം വാങ്ങരുതെന്നും ആഭരണങ്ങൾ രാജ്യത്തിന് നൽകണമെന്നും ആവശ്യപ്പെട്ടിരുന്നല്ലോ. പട്ടിണി മാറ്റാൻ ആഴ്ചയിൽ ഒരു നേരം ഭക്ഷണം ഉപേക്ഷിക്കാൻ പറഞ്ഞപ്പോൾ ജനങ്ങളത് ശിരസാവഹിച്ചു. ഇന്ദിരാഗാന്ധി 73-ലെ എണ്ണ പ്രതിസന്ധി സമയത്ത് അനാവശ്യ യാത്രകൾ ഒഴിവാക്കാൻ ആവശ്യപ്പെടുകയും ഞായറാഴ്ചകളിൽ പെട്രോൾ പമ്പ് അടച്ചിടാൻ നിർദ്ദേശിക്കുകയും ചെയ്തിരുന്നു. ഇനി മൻമോഹൻ സിംഗ് 2012-ൽ ഇന്ധനം ലാഭിക്കുന്നത് ദേശസ്നേഹമാണെന്ന് പറഞ്ഞതും AC ഉപയോഗം കുറയ്ക്കാൻ ആഹ്വാനം ചെയ്തതും മറന്നുപോയോ? അന്നൊന്നുമില്ലാത്ത ഈ പരിഹാസം ഇന്ന് എന്തിനാണ്? എന്തുകൊണ്ടാണ് സ്വർണം വാങ്ങുന്നത് കുറയ്ക്കണമെന്ന് പറയുന്നതെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? ഇന്ത്യ ലോകത്തെ ഏറ്റവും വലിയ സ്വർണ്ണ ഇറക്കുമതിക്കാരാണ്. 2023-24 വർഷം മാത്രം $45 ബില്യൺ സ്വർണമാണ് നാം ഇറക്കുമതി ചെയ്തിട്ടുണ്ടായിരുന്നത്. നാം വാങ്ങുന്ന ഓരോ ഗ്രാം സ്വർണത്തിനും ഡോളറിലാണ് പണം നൽകുന്നത്. ഇങ്ങനെ ഡോളർ പുറത്തേക്ക് ഒഴുകുമ്പോൾ രൂപയുടെ മൂല്യം ഇടിയും. പശ്ചിമേഷ്യയിൽ സംഘർഷം നിലനിൽക്കുന്ന ഈ ഒരു സമയത്ത് എണ്ണവില കുതിച്ചുയരുകയാണ്. വിദേശ നാണ്യശേഖരം എണ്ണ ഇറക്കുമതിക്കായി കരുതി വെക്കേണ്ടതുണ്ട്. സ്വർണം എന്നത് ഒരു ഉൽപാദനക്ഷമമല്ലാത്ത ആസ്തിയാണ്. അത് വാങ്ങി ലോക്കറിൽ വെച്ചാൽ രാജ്യത്തിന് വളർച്ചയുണ്ടാകില്ല. അതേ പണം ബാങ്കിലോ വ്യവസായത്തിലോ നിക്ഷേപിച്ചാൽ പുതിയ ഫാക്ടറികളും തൊഴിലും വരും. ഇതാണ് മോദിജി പറഞ്ഞതിന്റെ സാരാംശം. ഇത്തരം കാര്യങ്ങൾ ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കേണ്ടത് മാധ്യമങ്ങളാണ്. എന്നാൽ മോദി വിരോധം കാരണം ഇവർ ഇത്തരം വസ്തുതകൾ മൂടിവെക്കുകയാണ് പതിവ്. ചാണകമെന്ന് നാം പരിഹസിക്കുന്ന ഹിന്ദി നിവാസികൾ ഈ നിർദ്ദേശം ശിരസേറ്റുമ്പോൾ ബുദ്ധിജീവികളെന്ന് അവകാശപ്പെടുന്ന നമ്മൾ മലയാളികൾ സ്വന്തം വിഡ്ഢിത്തം വിളമ്പുകയാണ്. അതിർത്തിയിൽ ജീവൻ ബലി കഴിക്കുന്നത് മാത്രമല്ല, ദൈനംദിന ജീവിതത്തിൽ ഉത്തരവാദിത്തത്തോടെ പ്രവർത്തിക്കുന്നതും രാജ്യസ്നേഹമാണെന്നാണ് മോദിജി പറഞ്ഞത്. അതെത്ര ശരിയാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. രാഷ്ട്രീയം ഏതുമാകട്ടെ, രാജ്യത്തിന്റെ സാമ്പത്തിക ഭദ്രതയ്ക്ക് ഇത്തരം ത്യാഗങ്ങൾ അനിവാര്യമാണ്. പ്രധാനമന്ത്രിയുടെ ആഹ്വാനം ശരിയാണെന്ന് ഈ ചരിത്ര വസ്തുതകൾ ബോധ്യപ്പെടുത്തുന്നു. മോദിയോടുള്ള വിരോധം കാരണം രാജ്യത്തിന്റെ നന്മയ്ക്ക് വേണ്ടിയുള്ള ഇത്തരം നിർദ്ദേശങ്ങളെ തള്ളിക്കളയുന്നത് ശരിയാണോ?